मेरे प्यारे देशवासियों, और मैं इसके लिए सभी माताओं बहनों उनसे मैं क्षमा प्रार्थी हूं। വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ലോക്സഭാ എംപിമാരുടെ എണ്ണം 543 നിന്ന് 850 ആക്കി മാറ്റാൻ സാധിക്കാത്തതിൽ ഈ രാജ്യത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയുന്ന പ്രധാനമന്ത്രിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങ് മാപ്പ് പറയേണ്ട ഒരുപാട് സ്ത്രീകൾ ഈ രാജ്യത്തുണ്ട്. സംഘപരിവാർ ഗുണ്ടകൾ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ തന്റെ മൂത്ത മകളെയും കുടുംബാംഗങ്ങളെയും അതിക്രൂരമായി കൊല ചെയ്ത ബിൽക്കിസ് ബാനു എന്ന ആ സ്ത്രീയോട് തന്നെ ആദ്യം മാപ്പ് ചോദിക്കണം. അന്ന് അങ്ങ് നരേന്ദ്രഭായി ആയിരുന്നു, ഇന്ന് മോദിജിയും. കത്വയിൽ ഒരു സംഘം ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊല ചെയ്യപ്പെട്ട ആ 8 വയസ്സുള്ള പെൺകുട്ടിയോട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങേക്ക് മാപ്പ് ചോദിക്കാം. ഉത്തർപ്രദേശിലെ ഊന്നാവ് എന്ന ഗ്രാമത്തിൽ അന്നത്തെ സിറ്റിംഗ് MLA ആയിരുന്ന കുൽദീപ് സിംഗ് അതിക്രൂരമായി പീഡിപ്പിച്ച് ഇത് കേസാകുമെന്ന് കണ്ട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകളയാൻ ശ്രമിച്ച ആ പെൺകുട്ടിയോട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങേക്ക് മാപ്പ് ചോദിക്കാം. ഹത്രാസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ആ ദലിത് പെൺകുട്ടിയോടും ഹൈദരാബാദിൽ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ആ യുവ ഡോക്ടറോടും കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ആ വനിതാ ഡോക്ടറോടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങേക്ക് മാപ്പ് ചോദിക്കാം. ഓരോ മണിക്കൂറിലും 4 പീഡനക്കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, അതിലുമേറെ പേർ റിപ്പോർട്ട് ചെയ്യാൻ പോലും പേടി കാണിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഈ രാജ്യത്തെ സ്ത്രീകളോട് അങ്ങ് മാപ്പ് ചോദിക്കുക തന്നെ ചെയ്യണം. 4-1 പെൺകുട്ടികൾ ശൈശവ വിവാഹത്തിന് നിർബന്ധിതരാവുന്ന, 100 കണക്കിന് പെൺകുട്ടികൾ ആസിഡ് അറ്റാക്കിന് ഇരകളാവുന്ന നാടിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഈ രാജ്യത്തെ സ്ത്രീകളോട് അങ്ങ് മാപ്പ് ചോദിക്കണം. 3 വർഷമായി സമാധാനം എന്തെന്നറിയാത്ത മണിപ്പൂരിലെ സ്ത്രീകളോട് അങ്ങ് മാപ്പ് ചോദിക്കണം. തലമുറകളായി ജീവിച്ചു പോന്നിരുന്ന നാടും കുടിയും നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ചിതയിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന മധ്യപ്രദേശിലെ സ്ത്രീകളോടും അങ്ങ് മാപ്പ് ചോദിക്കണം. ഉത്തർപ്രദേശിലെ നോയിഡയിൽ മോശം തൊഴിൽ സാഹചര്യത്തിനും കുറവ് വേതനത്തിനുമെതിരെ സമരം ചെയ്യുന്ന ഓരോ തൊഴിലാളിയുടെയും കുടുംബത്തിലെ സ്ത്രീകളോട് അങ്ങ് മാപ്പ് ചോദിക്കണം. അബോർട്ട് ചെയ്യപ്പെട്ടു പോകുന്ന ഈ നാട്ടിലെ എല്ലാ പെൺകുഞ്ഞുങ്ങളോടും, ദുരഭിമാനക്കൊലയ്ക്കും പീഡനത്തിനും ഇരകളാവുന്ന ഈ നാട്ടിലെ എല്ലാ സഹോദരിമാരോടും, ജോലിസ്ഥലത്ത് ഉപദ്രവം നേരിടുന്ന എല്ലാ വനിതകളോടും, തട്ടിക്കൊണ്ടുപോകലും നിർബന്ധിത പ്രോസ്റ്റിറ്റ്യൂഷനും ഇരകളാവുന്ന എല്ലാ സ്ത്രീകളോടും, ഗാർഹിക പീഡനത്തിന് ഇരകളാവുന്ന ലക്ഷക്കണക്കിന് യുവതികളോടും അങ്ങ് മാപ്പ് ചോദിക്കുക തന്നെ ചെയ്യണം.